നമസ്കാരം, മെട്രോ മാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം. നിരവധി സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത നടൻ ദിലീപ് ഇടക്കാലത്ത് സിനിമകളിൽ സജീവമല്ലായിരുന്നു. തുടർന്ന് വീണ്ടും സിനിമകളിൽ സജീവമായ ദിലീപ് എപ്പോഴും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഇടക്കാലത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റാരോപിതനായാണ് നടനെതിരെ വലിയ ജനരോഷം തന്നെ ഉടലെടുക്കാനുണ്ടായ കാരണം. ഇനി വിഷയത്തിലേക്ക് വരാം. അഖിൽ മാരാറിനെ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. ഒരു താത്വിക അവലോകനം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് നവാഗത സംവിധായകനായി എത്തിയ ആളാണ് അഖിൽ മാരാർ. പിന്നീട് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ റിയാലിറ്റി ഷോയുടെ വിന്നർ ആയതോടെ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറിമറിഞ്ഞു. സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യമാണ് അഖിൽ മാരാർ. പൊതുവിഷയങ്ങളിൽ തന്റേതായ നിലപാടുകൾ വ്യക്തമായി അറിയിക്കാറുമുണ്ട് അഖിൽ. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം സിബിൻ വിഷയത്തിൽ നടത്തിയ പ്രസ് മീറ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ദിലീപിനെ കുറിച്ച് ഒരിക്കൽ കൂടി അഖിൽ വാചാലനായി മാറിയത്. അടുത്തിടെ സുരേഷ് ഗോപിയെ പിന്തുണച്ചുകൊണ്ട് അഖിൽ പറഞ്ഞ വാക്കുകൾ സത്യമായിരുന്നു. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കാണ് അഖിൽ പ്രതികരിച്ചത്. അഖിലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സുരേഷ് ഏട്ടൻ വിളിച്ചിരുന്നു, സന്തോഷം അറിയിച്ചു. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. 7 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. ഒരു മാനസിക ബന്ധം അദ്ദേഹവുമായി ഉണ്ടാക്കാൻ കഴിഞ്ഞു. മുൻപൊന്നും ആ ഒരു ബന്ധം ഇല്ലായിരുന്നു. മാത്രമല്ല, ദിലീപേട്ടന് വേണ്ടിയും ഞാൻ സംസാരിച്ചത് എന്റെ ശരിയാണ്. കേരളത്തിൽ എല്ലാവരും ദിലീപേട്ടനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ഒരുപാട് നെഗറ്റീവ് നിൽക്കുന്നുണ്ട്. അങ്ങനെ നെഗറ്റീവ് നിൽക്കുന്ന ആൾക്ക് വേണ്ടി ഞാൻ എന്തിനു സംസാരിക്കണം? അവിടെ ശരി ഉള്ളത് കൊണ്ടാണ്. സുരേഷ് ഗോപിക്കെതിരെ 90% ആളുകളും നെഗറ്റീവാണ് പറയുന്നത്. ഞാൻ അവിടെ പോയിട്ട് അദ്ദേഹത്തെ പിന്തുണച്ചപ്പോഴാണ് ആദ്യമായി ഞാൻ സംഖ്യയാകുന്നത്. എന്റെ ഉള്ളിലെ നീതിബോധമാണ് ഞാൻ സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഒരുപാട് നന്മയുണ്ട്. കുറെ നന്മ ഉള്ള മനുഷ്യനാണ്. അതേപോലെ നാളെ ദിലീപേട്ടനെയും നിങ്ങൾ പിന്തുണയ്ക്കും. കോടതി അദ്ദേഹത്തെ വെറുതെ വിട്ടു കഴിയുമ്പോൾ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേര് വരും. നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ തന്നെ അതൊക്കെ കേൾക്കുമ്പോൾ നാളെ ദിലീപേട്ടനോട് മാപ്പ് പറയും. നിങ്ങളിൽ നിന്ന് ആരൊക്കെയാണോ ദിലീപേട്ടനെ കുറിച്ച് മോശം പറഞ്ഞതും അറ്റാക്ക് ചെയ്തതും അവരൊക്കെ ഉള്ളുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻപിൽ ചെന്ന് നിന്ന് മാപ്പ് പറയും. ഈ സുരേഷ് ഗോപി വിഷയത്തിൽ ഞാൻ പറഞ്ഞ പോലെ നടന്നില്ലേ, അതുപോലെ ഇതും നടക്കും. നിങ്ങൾ എന്നോട് വന്ന് ഇതിനെക്കുറിച്ച് സംസാരിക്കും. അഖിലേട്ട, ദിലീപിന്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്തത് ശരിയായിരുന്നു എന്ന് നിങ്ങൾ എന്നോട് പറയും. അനിയൻ മിഥുനെ കുറിച്ച് എല്ലാവരും നെഗറ്റീവ് പറഞ്ഞില്ലേ? പുറത്തിറങ്ങിയ ആളുകൾ അകത്തേക്ക് വന്നപ്പോഴും മിഥുനെ കുറ്റപ്പെടുത്തി. എന്നാൽ വോട്ട് കുറയും എന്ന് കരുതി ഞാൻ മിഥുനെ കുറ്റം പറഞ്ഞില്ല. ഒരു ലാഭനഷ്ടവും ചിന്തിക്കാതെയാണ് ഞാൻ മനസ്സിൽ തട്ടി കാര്യങ്ങൾ തുറന്നു പറയുന്നത്. സിബിനെ നേരിൽ കാണും മുൻപേ ആണ് ഞാൻ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നത്. നീതിയും ന്യായവും മാത്രം നോക്കിയാണ് ഞാൻ ആളുകളെ സപ്പോർട്ട് കൊടുക്കുന്നത്. ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയൊക്കെയായിരുന്നു.